BJP ഇപ്പോൾ തരം താഴ്ന്ന രാഷ്ട്രീയം വീണ്ടും കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് കോൺഗ്രസിലെ MLA മാരെ രാജിവെപ്പിച്ച് വീണ്ടും ഒരു ഓപ്പറേഷൻ താമരയ്ക്ക് സാധ്യതയുണ്ടോ എന്നാണ് നോക്കുന്നത്. അതിനൊരു ഉത്തരം കൂടി DK ശിവകുമാർ പറഞ്ഞു. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഞങ്ങൾക്ക് പരമാവധി സീറ്റ് ജനങ്ങൾ തന്ന് അനുഗ്രഹിച്ചത്. 136 സീറ്റുണ്ട് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് അതിന്റെ പകുതി പോലുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇനി നിങ്ങൾ വെണ്ണീറാവും. അത് നിങ്ങൾ കാത്തിരുന്നോളൂ. ഞങ്ങളുടെ ഒരു MLA തൊട്ടാൽ നിങ്ങളുടെ 7 MP മാർ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ അവർ എപ്പോ വേണമെങ്കിലും ഒരു സമ്മതം മൂടിയാൽ BJP വിട്ട് പുറത്തു പോകാനിരിക്കുകയാണ്. അവർ അർത്ഥശങ്കക്കിടയില്ലാതെ BJP വിടും. ഒന്ന് മൂളിയാൽ മതി എന്ന് പറഞ്ഞ ആ വാചകം നരേന്ദ്രമോദിയുടെ നെഞ്ചിൽ ഇടിവെട്ടേറ്റതുപോലെയാണ് ഇപ്പോൾ വന്ന് ഭവിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ BJPക്ക് കർണാടകയിൽ 17 MP മാരാണുള്ളത്. രമേശ് ചാന്തപ്പ അടക്കമുള്ളവർ BJP വിടാനായി എല്ലാ രീതിയിലും താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. BJP നെറുകെട്ട പാർട്ടിയാണെന്നും പിന്നാക്ക ദളിത് വിഭാഗങ്ങളോട് കാണിക്കുന്നത് അസമത്വമാണെന്നും മനുസ്മൃതി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് DK ശിവകുമാർ മനുസ്മൃതി ഉൾപ്പെടെ കത്തിച്ചു കളഞ്ഞത്. കൃത്യമായി ചാതുർവർണ്ണ്യം കൊണ്ടുവരാനുള്ള ഹിഡൻ അജണ്ടയുമായാണ് ഇപ്പോൾ BJP കളിക്കുന്നത്. മാറിയ കളികൾ കളിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഇനി വിചാരിക്കേണ്ട. ജനാധിപത്യത്തെ അട്ടിമറിച്ചു കൊണ്ടുള്ള ഒരു വിജയവും ശാശ്വതമല്ല. ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്ന് DK ശിവകുമാർ പറഞ്ഞു. ഇത് നരേന്ദ്രമോദിയുടെ ആത്മധൈര്യത്തെ തന്നെ ചോർത്തിയിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളെയും കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ സഖ്യകക്ഷികളിൽ നിന്നും BJPയിലേക്ക് എത്തിക്കാൻ നെറികേടിന്റെ എല്ലാ കളികളും കളിക്കുന്നവരാണ് BJP. അത് എല്ലാ സ്ഥലങ്ങളിലും സുപരിചിതവുമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. DK ശിവകുമാറിനെ ടാർഗറ്റ് ചെയ്ത് വീണ്ടും CBIയെയും EDയെയും ഇറക്കി നാണം കെട്ട കളി കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും താൽക്കാലികമായി പോലും വില പോകില്ല എന്ന് മനസ്സിലാക്കിയാണ് പത്തി മടക്കി മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല BJPയിലെ നിരവധിയായ MLA മാർ കൃത്യമായും കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് എടുത്തു പറയേണ്ടത് ശ്രീരാമുലുവിന് പോലും ഇപ്പോൾ BJPയുമായി വലിയ ഭിന്നിപ്പാണുള്ളത്. സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ തമ്മിലടി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നേതൃത്വത്തിന്റെ ഈ പ്രവണത തന്നെ ഇഷ്ടപ്പെടാത്തവർ നിരവധിയാണ്. അങ്ങനെ തെന്നിന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ നിന്നും BJP ഒരുപക്ഷെ ഒഴിഞ്ഞു പോകാൻ പോകുന്ന ഒരു രീതിയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്